പെണ്ണും പൊറാട്ടും എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഗംഭീര സിനിമ, ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. രാജേഷ് മാധവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. രവി ശങ്കറാണ് ഈ സിനിമയുടെ റൈറ്റർ. ഒരു ക്ലാസിക് സിനിമ എന്ന് തന്നെ പറയാം ഈ സിനിമ. അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, രാജേഷ് മാധവൻ്റെ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ചില്ല. പുള്ളി ഗംഭീരമായിട്ടാണ് സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. പാലക്കാടുള്ള ഒരു സാങ്കല്പിക ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു നായ്ക്ക് പേയിളകുന്നു. ആ നായയുടെ പിന്നാലെ ഒരു കൂട്ടം മനുഷ്യർ പായുന്നു. ശരിക്കും നായ്ക്കാണോ പേയിളകിയത് അതോ മനുഷ്യർക്കാണോ? ഓരോ ഗ്രേ ഷെയ്ഡുള്ള ഓരോ മനുഷ്യന്മാർ അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിൽ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ആക്ഷേപഹാസ്യം കറക്റ്റായിട്ട് അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഒരു ലോഡ് പുതുമുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിടിലം പെർഫോമൻസ്. അത് മെയിൻ ക്യാരക്ടേഴ്സ് ആയാലും സൈഡ് ക്യാരക്ടേഴ്സ് ആയാലും ജസ്റ്റ് വന്നു പോകുന്ന ആൾക്കാരായാലും എല്ലാവരും അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ മെയിൻ ഒരു കഥാപാത്രം പട്ടിയാണ്. അപ്പോൾ പട്ടിക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. പട്ടിയുടെ ഒരു ആക്ഷൻ വരുമ്പോഴും പുള്ളിയുടെ ആ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു പട്ടിയുടെ ഇമോഷൻ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവർ ഇമോഷൻസ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതും ഹ്യൂമർ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് സിനിമയിലെ ഹ്യൂമർ വർക്കായിട്ടുണ്ട്, സിനിമയിലെ ഇമോഷൻസ് വർക്കായിട്ടുണ്ട്, സിനിമയുടെ തീം വർക്കായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. സിനിമാ മോഹിയാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിലൊരു മസ്റ്റ് വാച്ച് തന്നെയാണ് പെണ്ണും പൊറാട്ടും എന്ന സിനിമ.